ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ലഞ്ച് വീഡിയോ ആയാലോ. ഇന്ന് ഉച്ചത്തെ ലഞ്ചിനായിട്ട് നമുക്ക് കൊത്തവരയ്ക്ക തോരനും ആണ് ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പോണത്. അതിനായി കൊത്തവരയ്ക്ക നേരാക്കുകയാണ്. മോനാണ് കൊത്തവരയ്ക്ക നേരാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊത്തവരയ്ക്ക നേരാക്കിയൊക്കെ കഴിഞ്ഞു. അതിനൊന്ന് കഴുകി എടുക്കുകയാണ്. ആദ്യം ഒന്ന് കഴുകിയതാണ്, എന്നാലും മോൻ നേരാക്കിയപ്പോൾ ഒന്നുകൂടെ കഴുകാന്ന് പറഞ്ഞ് അവൻ തന്നെ ഒന്ന് കഴുകി തരികയാണ് കേട്ടോ. ഇനി കൊത്തവരയ്ക്ക് ആവശ്യമുള്ള തേങ്ങ ചിരവുകയാണ് അടുത്തതായിട്ട്. ഇനി ആ തേങ്ങയിലോട്ട് പച്ചമുളക് അരിഞ്ഞിടുകയാണ്. അങ്ങനെ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. കടുകിട്ട് തേങ്ങയും പച്ചമുളകെല്ലാം ഇട്ട് കൊത്തവരയ്ക്ക നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊത്തവരയ്ക്ക നന്നായി ഇളക്കി വെള്ളം ഒഴിച്ച് നമ്മൾ മൂടി വെക്കണം. ഇനി നമ്മുടെ ഉച്ചക്കത്തെ കറി വെണ്ടയ്ക്കയാണ് നമ്മൾ കറി വെക്കുന്നത്. പിന്നെ നമ്മൾ നല്ല ഉണക്കമാന്തൽ വറുക്കുകയാണ്. ഉണക്കമാന്തൽ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഗ്യാസൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഗ്യാസ് കിട്ടാൻ. അതുകൊണ്ട് നമ്മൾ മീൻ വറുക്കലൊക്കെ കറണ്ട് അടുപ്പ് ഉപയോഗിച്ചിട്ടാണ്. കറി സാധാ വിറകടുപ്പിൽ വയ്ക്കും. അത്യാവശ്യം അതിലൊന്നും വെക്കാൻ പറ്റാത്ത മാത്രമേ നമ്മൾ ഗ്യാസ് ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ മീനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കൊത്തവരയ്ക്ക റെഡിയായി. നമ്മുടെ വെണ്ടയ്ക്കക്കറിയും റെഡിയായി. ഇനി നമ്മളിതെല്ലാം ഒന്ന് ഇളക്കി വെച്ച് മൂടി വെച്ചു. നമ്മളടുത്തത് നമ്മൾ ഉച്ചത്തെ ചോറുണ്ണാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനായി ആവശ്യത്തിനുള്ള ചോറെടുത്തു. നമ്മുടെ നല്ല വെണ്ടയ്ക്ക കറി, വെണ്ടയ്ക്ക നല്ല പുളിയൊക്കെ ഒഴിച്ച് വെച്ച കറിയാണ് കേട്ടോ. അങ്ങനെ വെണ്ടയ്ക്ക കറി. അടുത്തത് നമ്മുടെ കൊത്തവരയ്ക്ക തോരൻ വെച്ചത്. പിന്നെ നമ്മുടെ നല്ല ഉണക്കമാന്തൽ വറുത്തതും ഉണ്ട്. അങ്ങനെ ഇന്നത്തെ സ്വാദിഷ്ടമായ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കമൻറ്റ് താഴെ രേഖപ്പെടുത്തൂ. താങ്ക് യു.